ഏത് നീചമാർഗവും അയാൾ സ്വീകരിച്ചു. ശീലപ്രമുഖന്റെ ഉറ്റ സുഹൃത്തായി ഒരു പുരോഹിതനുണ്ടായിരുന്നു. ദുർമന്ത്രവാദമായിരുന്നു മുഖ്യ ജോലി. ധനാഢ്യനോട് പുരോഹിതൻ പറഞ്ഞു, ഇനിയും സമ്പാദിക്കണമെന്നാണല്ലോ ആഗ്രഹം, അതിനൊരു ഹോമം നടത്തണം. 10 വയസ്സുള്ള കുട്ടിയുടെ തല വെട്ടി രക്തം ഹോമിക്കണം. ഭദ്രകാളി പ്രത്യക്ഷയായി അഭീഷ്ടങ്ങൾ സാധിച്ചു തരും. അതിനായി ശീലപ്രമുഖൻ ഒരു കുട്ടിയെ വാങ്ങി. ഭദ്രകാളി ഭക്തനായിരുന്നു ആ കുട്ടി. അമ്മയ്ക്ക് തന്നെ ബലി നൽകാനാണ് കൊണ്ടുപോകുന്നത് എന്നറിഞ്ഞപ്പോൾ അവൻ സന്തോഷിച്ചു. പുരോഹിതനും ധനാഢ്യനും ഹോമത്തിനെല്ലാം ഒരുക്കി. ഹോമകുണ്ടത്തിനരികിൽ വധശില വച്ചു. കുട്ടിയെ കുളിപ്പിച്ച് ചുവന്ന വസ്ത്രങ്ങൾ അണിയിച്ച് മാലകളും ധരിപ്പിച്ച് ഹോമകുണ്ടത്തിനടുത്തേക്ക് കൊണ്ടുവന്നു. ശംഖ് മുഴങ്ങി. പുരോഹിതൻ വാളുയർത്തി. അഗ്നിമധ്യത്തിൽ അതാ സംഹാര സ്വരൂപിണിയായി മേഘഗർജനത്തോടെ ശൂലമുയർത്തി അമ്മ ഭദ്രകാളി പ്രത്യക്ഷയായി. അനുഗ്രഹം ചൊരിഞ്ഞ് ഭക്തരക്ഷണം നടത്തി സർവരക്ഷകയായ മഹേശ്വരി മറഞ്ഞു. ആർഷഭാരത സംസ്കൃതിയുടെ മഹനീയ സംഭാവനയായ ഇതിഹാസ ഗ്രന്ഥങ്ങളിലെയും ഹൈന്ദവ പുരാണങ്ങളിലെയും ഭക്തിസാന്ദ്രവും അവിസ്മരണീയവുമായ സംഭവങ്ങളെ ഉൾക്കൊള്ളിച്ച് ആർട്ടിസ്റ്റ് ശ്രീമൻ ബൈജു പാങ്ങോട് നിങ്ങൾക്ക് മുന്നിൽ അണിയിച്ചൊരുക്കുന്ന ചലനാത്മകവും ദൃശ്യവിസ്മയവുമായ ഉത്സവ ഫ്ലോട്ടുകൾ. വിബ്ര തേജസ്.